വെൽക്കം ബാക്ക് ടു സ്റ്റുഡന്റ് ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ +1 കെമിസ്ട്രി ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ് ഓഫ് 7th ചാപ്റ്റർ ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം. അപ്പോൾ ഓൾറെഡി ഉള്ള ചാപ്റ്റേഴ്സിന്റെ ഒക്കെ വീഡിയോസ് നമ്മുടെ സ്റ്റുഡന്റ് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ വീഡിയോസും ഉണ്ടാവും. മിസ് ആ വീഡിയോ കാണാനില്ല, മിസ് ഈ ടോപ്പിക് വിട്ടുപോയി, ആ ടോപ്പിക് വിട്ടുപോയി, ആ ചാപ്റ്റർ എവിടെ, ഈ ചാപ്റ്റർ എവിടെ, അങ്ങനെ ഒന്നും ഡൗട്ട് വേണ്ട. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്തെങ്കിൽ അതിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്ത നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും കാണും. ഓക്കെ അല്ലേ? അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ഏതൊക്കെയാണോ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് വായിക്കാം. ഓക്കെ അല്ലേ? കേൾക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇക്വിലിബ്രിയത്തിന്റെ ഫോക്കസ് ഏരിയ ബേസിക് ക്ലാസ്സിലേക്ക് കിടക്കാമല്ലോ അല്ലേ? അപ്പൊ അത് ഞാൻ ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് വായിച്ചുതരാം. ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ഗേഷ്യസ് സിസ്റ്റം, Arrhenius concept of acids and bases, Bronsted-Lowry concept of acids and bases, Lewis concept of acids and bases, ionization constant of water and its ionic product, pH scale and buffer solution. കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു 8 ടോപ്പിക് ഒക്കെ ഉണ്ട്, 8-9 ടോപ്പിക് ഉണ്ട് ഫോക്കസ് ഏരിയയിൽ. പക്ഷെ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ, ചെറിയ ടോപ്പിക്സ് ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഒന്നായിട്ട് കിടക്കാം അല്ലേ? ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് നമുക്ക് പഠിക്കും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ ജനറലി നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. ഒരു സാധാരണ ഗതിയിലുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. ആ ഒരു കെമിക്കൽ റിയാക്ഷൻ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. AA plus BB gives CC plus DD. Okay, AA plus BB gives CC plus DD. ഇത് സാധാരണ ഇതിൽ ABCD റിയാക്ഷൻ, സിമ്പിൾ റിയാക്ഷൻ ആണത് അല്ലെ? അപ്പൊ ഇപ്പോഴുള്ള ഞാൻ എഴുതിയിരിക്കുന്ന ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ക്യാപിറ്റൽ ലെറ്റർ എയും ഈ ക്യാപിറ്റൽ ലെറ്റർ ബിയും ആണ് നമ്മുടെ റിയാക്ടന്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? റിയാക്ടന്റുകളാണ് എയും ബിയും, ക്യാപിറ്റൽ ലെറ്റർ എയും ക്യാപിറ്റൽ ലെറ്റർ ബിയും. ഓക്കെ, പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ലെറ്റർ സിയും ക്യാപിറ്റൽ ലെറ്റർ ഡിയും. ഓക്കെ, ഡിയും സിയും, സി ഡി എഴുതാം അല്ലെ? സി കോമ ഡി. ഓക്കെ അല്ലെ? ഇനി അടുത്തത് ഇവിടെ കാണുന്ന ഈ സ്മോൾ ലെറ്റർ എ, സ്മോൾ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ സി, സ്മോൾ ലെറ്റർ ഡി, ഇതെന്താണെന്നറിയോ? നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ ബാലൻസ് ചെയ്യില്ലേ? ആ ബാലൻസിങ് ആണ് ആ ഒരു ABCD വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെയുള്ള ഈ ABC എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പേഴ്സ് മാത്രമാണ്. ABCD എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. വേണമെങ്കിൽ അല്ല, അങ്ങനെയാണ് പറയാ. ഓക്കെ, നമ്പേഴ്സ് ആണ്. അപ്പൊ എന്താണ് ഇതിനകത്തുള്ള റിയാക്ഷനിൽ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്തത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ എഴുതണം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് is equal to ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ KC വെച്ച് റെപ്രസെന്റ് ചെയ്യും. ക്യാപിറ്റൽ ലെറ്റർ K സഫിക്സിൽ C വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. KC is equal to concentration of C raised to C into concentration of D raised to D divided by concentration of A raised to A into concentration of B raised to B. കാണുമ്പോൾ ഒരു പേടി തോന്നുന്നേ ഉള്ളൂ, സംഭവം ഭയങ്കര സിമ്പിൾ ആണ്. ഒന്ന് നോക്ക്, എല്ലാവരും നോക്കിക്കോളൂ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. കോൺസെൻട്രേഷൻ ഓഫ് സി, ഈ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കോൺസെൻട്രേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമില്ല. കോൺസെൻട്രേഷൻ ഓഫ് സി, അതായത് പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ റൈസ് ടു സ്മോൾ ലെറ്റർ സി, അതായത് അതിന്റെ മേലത്തെ, അതിന്റെ തൊട്ട് മുന്നിൽ നമ്മൾ ബാലൻസിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ള സി. ആ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ അതിന്റെ റൈസ് ടു അതിന്റെ ബാലൻസിങ്ങിന്റെ സ്റ്റോഷിയോമെട്രിക് വാല്യൂ. അടുത്ത പ്രോഡക്റ്റ് ഏതാണ്? ഡി ആണ് അല്ലെ? അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ഡി, അതിന്റെ മേലെ അതിന്റെ സ്റ്റോഷിയോമെട്രിക് വാല്യൂ ഡി. അതേപോലെ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്, ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു ബി. മനസ്സിലായോ? ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ കിട്ടിയില്ലേ? എന്തെങ്കിലുമൊക്കെ മനസ്സിലായിണ്ടാവുമല്ലോ. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനൊരു കെമിക്കൽ റിയാക്ഷൻ ഞാൻ അടുത്തത് എഴുതുന്നുണ്ട്. ഒരു കെമിക്കൽ റിയാക്ഷൻ, ഒരു എക്സാമ്പിൾ ആയിട്ട് N2 plus 3H2 gives 2NH3. N2 ഇത് അമോണിയ നിർമ്മിക്കുന്ന പ്രോസസ് ആണ്, ഹേബർ പ്രോസസ് എന്ന് പറയും അല്ലെ? N2 plus 3H2 gives 2NH3. ഇതിന്റെ KCന്റെ ഇക്വേഷൻ എഴുതാനാണ് ചോദ്യം. KC എന്ന് വെച്ചാൽ എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലെ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെ എഴുതാം? നമ്മളിപ്പോ തൊട്ട് മുന്നിൽ നോക്കിയില്ലേ? എങ്ങനെ എഴുതിയത്? പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ, പിന്നെ അതിന്റെ സ്റ്റോഷിയോമെട്രിക് വാല്യൂ അതിനെ പവർ ആയിട്ട് ഇട്ട് കൊടുക്കുക. സിമ്പിൾ ആണ്. നമ്മൾ ഇവിടുത്തെ പ്രോഡക്റ്റ് ഏതാണ്? NH3 അല്ലേ? സോ NH3ന്റെ കോൺസെൻട്രേഷൻ, NH3ന്റെ മുന്നിൽ ഒരു 2 ഇല്ലേ, അത് മേലെ പവർ ആയിട്ട് ഇട്ട് കൊടുക്കുക. സിമ്പിൾ അല്ലേ? ഡിവൈഡഡ് ബൈ റിയാക്ടന്റുകൾ ഏതൊക്കെയാണ്? N2 ഉം H2 ഉം ആണ് അല്ലേ? N2ന്റെ മേലെ അതിന് പവർ ഇട്ട് കൊടുക്കണം. ഇവിടെ N2ന്റെ മുന്നിൽ
ഇല്ല. അതിനർത്ഥം എന്താ? 1 എന്നാണ് അല്ലെ. 1 നമുക്ക് ഇട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അടുത്ത റിയാക്ടന്റ് ഏതാണ്? ഹൈഡ്രജൻ. H2 ആണ് അല്ലെ. H2ന്റെ മുന്നത്തെ വാല്യൂ എത്രയാണ്? 3 ആണ് അല്ലെ. അത് മേലെ പവർ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു Kc is equal to, ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നിരിക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഇല്ലേ, N2 + 3H2 gives 2NH3, അതിലെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് ഏത് റിയാക്ഷൻ ചോദിച്ചാലും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ കാര്യത്തിൽ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും. സിമ്പിൾ കാര്യമാണ്. ഇനി ഞാൻ അടുത്ത പറയാൻ പോണ കാര്യങ്ങൾ ഒരു കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അടുത്ത ടോപ്പിക് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. നമ്മുടെ Kc ഇല്ലേ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ഇതാ ഈ Kc, ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകൾ എന്ന് പറയും ഇല്ലേ മലയാളത്തിൽ, അത് പഠിക്കണം. ഒരു 3 പോയിന്റ് മതിയോ? 3 പോയിന്റ് ഒക്കെ മതിയോ? ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിച്ച് കേൾക്കാം. എഴുതണില്ല, വെറുതെ എഴുതി ടൈമിൽ ആകിരിക്കണ്ടല്ലോ, ജസ്റ്റ് പറഞ്ഞു തന്നാൽ പോരെ. ഒന്നാമത്തെ പോയിന്റ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അപ്ലിക്കബിൾ ഓൺലി വെൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രോഡക്റ്റ് അറ്റൈൻഡ് ദെയർ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഒന്നുകൂടെ സെന്റൻസ് വായിക്കണം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അപ്ലിക്കബിൾ ഓൺലി വെൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രോഡക്റ്റ് അറ്റൈൻഡ് ദെയർ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. നമ്മൾക്ക് നമ്മുടെ റിയാക്ടന്റും പ്രോഡക്റ്റും ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ആണെങ്കിൽ മാത്രമേ, അതായത് ഇങ്ങനെ വരണം കേട്ടോ മക്കളെ, തെറ്റിച്ച് എഴുതാ, നമ്മുടെ റിയാക്ടന്റുകളും പ്രോഡക്റ്റുകളും ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിൾ അല്ലേ? ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് വായിച്ചു തരട്ടെ. വാല്യൂ ഓഫ് Kc ഡിപെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. നമ്മുടെ ഈ Kcന്റെ വാല്യൂ, Kc എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഈ Kcന്റെ വാല്യൂ എന്തിനെ ഡിപെൻഡ് ചെയ്യും എന്നാണ് പറയുന്നത്? ടെമ്പറേച്ചറിനെ ഡിപെൻഡ് ചെയ്യും. താപനില അല്ലെ, ടെമ്പറേച്ചർ അല്ലെ, അതിനെ ഡിപെൻഡ് ചെയ്യും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, അവസാനത്തെ പോയിന്റ് പറഞ്ഞു തരട്ടെ. വാല്യൂ ഓഫ് Kc ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രോഡക്റ്റ്. നമ്മുടെ Kcന്റെ വാല്യൂ ഇല്ലേ, നമ്മുടെ റിയാക്ടന്റിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷനെയും പ്രോഡക്റ്റിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേറ്റിനെയും ഡിപെൻഡ് ചെയ്യില്ല. സിമ്പിൾ ആണ്. Kc the value of equilibrium constant for is independent of the initial concentration of reactant and product. റിയാക്ടന്റുകളുടെയും പ്രൊഡക്റ്റിന്റെയും തുടക്കത്തിൽ ഉണ്ടായിരുന്ന കോൺസെൻട്രേഷനെ ഒരിക്കലും നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ ഡിപെൻഡ് ചെയ്യില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സിൽ പഠിക്കാനുള്ളത്. കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ അറിഞ്ഞിരിക്കേണ്ടത് അപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഏതൊക്കെ ഭാഗങ്ങളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ അടുത്തത് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്നാമത്തെ പോയിന്റ് പറയട്ടെ, പ്രെഡിക്റ്റ് ഡയറക്ഷൻ ഓഫ് എ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് യൂസ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? എന്താണ് ഡയറക്ഷൻ? എങ്ങോട്ട് പോണു? നമ്മുടെ മറ്റേ ഗൂഗിൾ മാപ്പിന്റെ ഡയറക്ഷൻ പോലെയാണോ? അല്ല. ഇവിടെ എന്താ ഡയറക്ഷൻ? ഫോർവേഡ് റിയാക്ഷൻ ആണോ, ബാക്ക്വേർഡ് റിയാക്ഷൻ ആണോ? അങ്ങനെയുള്ള ഡയറക്ഷൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉപയോഗിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത്രേ. അടുത്തത് രണ്ടാമത്തെ പോയിന്റ്, പ്രൊഡക്ഷൻ ഓഫ് എക്സ്റ്റെന്റ് ഓഫ് എ റിയാക്ഷൻ ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് Kc ഗ്രേറ്റർ ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്. അപ്പൊ എത്രത്തോളം റിയാക്ഷൻ അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ നടന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമുക്ക് നമ്മുടെ Kcന്റെ വാല്യൂ നല്ലോണം കൂടുതലാണെങ്കിൽ ആ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റും നല്ലോണം കൂടുതലായിരിക്കും. സിമ്പിൾ ആണ്. നമ്മൾക്ക് ഒരു റിയാക്ഷനില് പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ നല്ലോണം കൂടുതലാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന Kcന്റെ വാല്യൂയും നല്ലോണം കൂടുതലായിരിക്കും. സിമ്പിൾ ആണ്. ജസ്റ്റ് ഒരു ചെറിയൊരു കാര്യമുള്ളൂ. നമ്മുടെ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ നല്ലോണം കൂടുതലാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ Kcന്റെ കോൺസെൻട്രേഷൻ അതിനനുസരിച്ച് നല്ലോണം കൂടുതലാണ് എന്നാണ്. ഓക്കെ അല്ലെ? ഇനി നമുക്ക് അടുത്തത് അറിയേണ്ട കാര്യം, ഇപ്പൊ 2 പോയിന്റ് പറഞ്ഞിരുന്നു അല്ലെ. ഇനി ഒരു പോയിന്റ് കൂടെ അറിഞ്ഞു വെച്ചൂടെ? കാൽക്കുലേറ്റ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. നമുക്ക് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൂന്നാമത്തെ കാര്യം, അതായത് 3 പോയിന്റിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അടുത്ത ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ഗേഷ്യസ് സിസ്റ്റം ആണ്. ഇതുവരെ എടുത്തത് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. നമുക്കപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക്കിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ഗേഷ്യസ് സിസ്റ്റം എന്നുള്ളതാണ്. ഈ ഒരു കേസിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ പാർഷ്യൽ പ്രഷറിന്റെ ബേസിസിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. ജസ്റ്റ് പറഞ്ഞു വെച്ചാൽ ജസ്റ്റ് ഒരു കാര്യം അറിഞ്ഞു വെക്കുക. ഈ ഒരു കേസിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ പാർഷ്യൽ പ്രഷറിന്റെ ബേസിസിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി നമ്മൾക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുമായിരിക്കുമല്ലോ അല്ലെ? എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? PV is equal to ഒരു മിനിറ്റ്.
പി വി ഈസ് ഈക്വൽ ടു NRT. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പി വി ഈസ് ഈക്വൽ ടു NRT ആണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. N എന്താണ്, R എന്താണ്, T എന്താണ്, P എന്താണ്, V എന്താണ്, ഇതൊക്കെ അറിയില്ലേ? ഇതൊന്നും പറയണ്ടല്ലോ അല്ലെ. ഇനി ഇവിടെ ഇപ്പുറത്തിരിക്കുന്ന ബി കാണുന്നുണ്ടോ? ഇവിടെ കാണുന്ന ബി, ഈ ബിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇങ്ങോട്ട്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? എങ്ങനെയാ മാറുക? T ഈസ് ഈക്വൽ ടു N/V/RT എന്ന് മാറും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ബി. അപ്പൊ ഇങ്ങോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിവിഷൻ ആയിട്ട് മാറും അല്ലെ. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ N/V എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ഈ N/V, N എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്, ഡിവൈഡഡ് ബൈ V എന്ന് വെച്ചാൽ എന്താണ്? വോളിയം ആണ്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ് ഈ N/V എന്ന് പറയുന്നത്. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഇസ് ഈക്വൽ ടു എന്താണെന്ന് അറിയോ? കോൺസെൻട്രേഷൻ ആണ്. പറയുന്നത് മനസ്സിലായില്ലേ? ഓക്കെ, N/V, N എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്, V എന്ന് വെച്ചാൽ വോളിയം ആണ്. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം എന്താണ്? കോൺസെൻട്രേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇതുവരെ നമുക്ക് എല്ലാവർക്കും ഓക്കെ ഉണ്ടാവുമല്ലോ അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷന് ചെറിയൊരു ചേഞ്ച് വരുത്താം അല്ലെ. P is equal to CRT എഴുതിക്കൂടെ? C എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ആണ്. അതായത് നമ്മൾ N/V is equal to concentration എന്ന് പഠിച്ചില്ലേ? അപ്പൊ ആ N/V മാറ്റിയിട്ട് നമ്മൾ C എന്ന് എഴുതി, കോൺസെൻട്രേഷന്റെ C എന്ന് എഴുതി. ഓക്കെ, ഈ ഇക്വേഷൻ ആർക്കും ഓക്കെ ഉണ്ടാവുമല്ലോ. ഞാനൊരു കെമിക്കൽ റിയാക്ഷൻ ഇവിടെ എഴുതാം. ജനറലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഹേബർ പ്രോസസ് N2 plus 3H2 gives 2NH3. N2 plus 3H2 gives 2NH3. നമ്മുടെ ഹേബർ പ്രോസസ് ആണ് അല്ലെ, അമോണിയ നിർമ്മിക്കുന്ന പ്രോസസ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലെ. ഇതിന്റെ KC ഒന്ന് എഴുതാൻ പറ്റുന്നോ എന്നൊന്ന് നോക്കിയാലോ. KC എങ്ങനെയാണ് എഴുതുക? KC എന്താ സാധനം? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലെ, നമ്മൾ പഠിച്ചില്ലേ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC is equal to concentration of product, that is NH3 raised to 2 divided by concentration of reactant, that is N2 into H2 raised to 3. ഇത് ഞാൻ ഇതേ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ. സെയിം എക്സാമ്പിൾ വെച്ച് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. KC ആണ് ഇപ്പൊ ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇപ്പൊ കണ്ടുപിടിക്കാൻ പോണതിൽ ആദ്യം നമ്മൾ KC ആദ്യം എഴുതി വെച്ചു. ഇനി നമ്മൾക്ക് അറിയണ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? P is equal to CRT. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? P is equal to CRT നമ്മൾ ഇവിടെ പഠിച്ച ഇക്വേഷൻ ആണ് അല്ലെ. P is equal to CRT എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് അറിയണതാണ്. നമ്മള് സാധാരണഗതിയിൽ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC എന്ന രീതിക്ക് എക്സ്പ്രസ് ചെയ്യും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? സാധാരണഗതിയിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ KC എന്ന രീതിക്ക് എക്സ്പ്രസ് ചെയ്യും. പക്ഷേ ഞാൻ തുടക്കത്തിൽ ഒരു സെന്റൻസ് വായിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ ദിസ് കേസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് ഞാൻ പറഞ്ഞു. ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷെ ഇവിടത്തെ കേസിൽ നമ്മുടെ KCക്ക് പകരം നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? KP ആണ് എക്സ്പ്രസ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഇക്വേഷനിലേക്ക് കിടക്കാം അല്ലെ, നമ്മുടെ മെയിൻ ഇക്വേഷനിലേക്ക് കിടക്കാം. അപ്പൊ KP is equal to, okay, KP is equal to ഒരു ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം KP എന്ന് വെച്ചാൽ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അറിയോ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് when concentration is expressed in terms of partial pressure. ഈ കോൺസെൻട്രേഷൻ പാർഷ്യൽ പ്രഷറിന്റെ ബേസിസിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ KP എന്ന് പറയുന്നത്. ഓക്കെ, KP is equal to concentration of NH raised to 2 into RT raised to 2 divided by concentration of N2 into RT into concentration of H2 whole cube into RT the whole cube. സിമ്പിൾ ആണ്, കാണുമ്പോ ഒന്നും പേടിക്കണ്ട. നമ്മൾ ഇവിടെ KCന്റെ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, നമ്മൾക്കറിയാം KCന്റെ ഇക്വേഷൻ ആണ് ഇത്. അപ്പൊ KP ആവുമ്പോ P is equal to എന്താണ്? P എന്താണ്? C into RT ആണ്. ഈ C എന്താണ്? കോൺസെൻട്രേഷൻ അല്ലേ. അപ്പൊ ഈ കോൺസെൻട്രേഷന്റെ സ്ഥാനത്ത് ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം, ഇൻറ്റു RT ചെയ്യണം. മനസ്സിലായോ? P is equal to CRT ആണ് അല്ലെ. C എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ, അതായത് ഈ സാധനം. ഓക്കെ, RT. ഓക്കെ, ഒരു ചെറിയൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് കോൺസെൻട്രേഷൻ ഓഫ് NH whole raised to 2 എന്ന് എഴുതി, അതായത് ഇവിടത്തെ ആദ്യം നമ്മൾ എഴുതി. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ
2 എന്ന് എഴുതണം. എങ്ങനെയാണ് ഈ ഹോൾ റേസ് ടു 2 എന്നറിയോ? ഇവിടെയുള്ള ഈ 2 അതിന്റെ അടുത്ത് തന്നെ എഴുതുക. ഓക്കെ, അതായത് ഇപ്പൊ എന്റെ കൂടെ എന്റെ ഒരു നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ എന്താണോ ഉള്ളത് ആ ഒരു അതേ കുരുത്തക്കേടിന്റെ ലെവൽ ആളുടെ കയ്യിൽ ഉണ്ടാവൂലേ? ബിക്കോസ് നമ്മൾ ഒരേ ഗ്യാങ്ങിൽ പെട്ട ആൾക്കാരല്ലേ. അതേപോലെ തന്നെ NH ഹോൾ റേസ് ടു 2 ആണ് നമ്മുടെ സാധനം. അതിന്റെ കൂടെ RT എഴുതുമ്പോ RTക്കും അതേ സാധനം വേണം. എന്ത് വേണം? മേലെ 2 ഇടണം. അതേപോലെ അടുത്തത് എന്താണ്? N2 ആണ് അല്ലെ? N2. അപ്പൊ N2ന്റെ മേലെ പവർ 1 ആണ്. അതായത് RTന്റെ മേലെ 1 ആണ് പവർ. 1 ആവുമ്പോ ഇടേണ്ട കാര്യമില്ലല്ലോ, അപ്പൊ ഞാൻ ഇട്ടില്ല എന്നേ ഉള്ളൂ. അടുത്തത് എന്താണ്? H2 ദ ഹോൾ ക്യൂബ് ആണ് അല്ലെ? H2 ദ ഹോൾ ക്യൂബ് ഇൻറ്റു RT ദ ഹോൾ ക്യൂബ്. കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ ഇതുവരെ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അടുത്തത് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. which is equal to NH whole square divided by N2, concentration of N2 into RT H2 the whole cube into RT. ഒരു മിനിറ്റ്, ഒരു ചെറിയൊരു തെറ്റ് സംഭവിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് ആൾക്കാരൊക്കെ ഒരുമിച്ച് എഴുതുക. അതായത് NH3 the whole square divided by NH2 the whole cube. അതായത് ഈ സാധനം അതേപോലെ ഇവിടെ എഴുതാം. അതായത് ഇതും അതേപോലെ എഴുതാം. ബാക്കി അടുത്തതായിട്ട് നമുക്ക് RT the whole square divided by RT into RT the whole cube. സിമ്പിൾ ആണ്. ഒന്ന് നേരെ നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് എഴുതി. ഇതിലുള്ള കോൺസെൻട്രേഷൻ ടേം ഒക്കെ ഒരു ഭാഗത്ത്, അതിന്റെ പകുതി ഒരു ഡിവിഷൻ ഇട്ടിട്ട് ബാക്കി RTന്റെ ടേംസ് ഒക്കെ മറ്റൊരു ഭാഗത്ത്. ഓക്കെ അല്ലേ? കോൺസെൻട്രേഷൻ ടേംസ് ഒക്കെ ഒരു ഭാഗത്ത്, എന്നിട്ട് ഒരു ഡിവിഷൻ, ഒരു ചെറിയൊരു ഡോട്ട് ഇടുക അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഇടുക, എന്നിട്ട് RTന്റെ സാധനങ്ങളൊക്കെ അപ്പുറത്ത്. അല്ലെ? നിങ്ങൾക്ക് അറിയില്ലേ ഇതെന്താ ഞാൻ ഇവിടെ എഴുതിയിരിക്കണത്? ഇത് ഏതാണ്? ഇതെന്താ സാധനം? KC അല്ലേ? ഞാൻ ഈ സാധനമല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്? ഇതേ സാധനമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതെന്താ സാധനം? KC അല്ലെ? അപ്പൊ നമുക്ക് അടുത്ത ഇക്വേഷനിലെ KP is equal to, ഇതൊക്കെ നമ്മൾ എഴുതിയിരിക്കുന്നത് KP ആണല്ലേ? KP is equal to ഇത്രയും വലിയ സാധനം അങ്ങോട്ടേക്ക് കോപ്പി ചെയ്യുന്നതിന് പകരം സമയം നമുക്ക് ലാഭിച്ചിട്ട് ഈ ഒരു സാധനം KC ആയിട്ട് എഴുതിക്കൂടെ? കാരണം ഇത് KC അല്ലേ? NH3 the whole square divided by N2 into H2 the whole cube. ഇതല്ലേ സാധനം? അതെന്താണ്? KC അല്ലേ? അപ്പൊ ഇതേ സാധനം അങ്ങോട്ടേക്ക് കോപ്പി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇക്വേഷൻ മാറ്റിയിട്ട് KC എന്ന് എഴുതി കൂടെ? KC. ഇതുവരെ എല്ലാവർക്കും ഓക്കെ ഉണ്ടാവുമല്ലോ. ബാക്കി നമുക്കുള്ളത് ഏത് പാരാമീറ്റർ മാത്രമേ ഉള്ളൂ? ഇത് മാത്രമേ ഉള്ളൂ അല്ലെ? ഇനി ഇത് സിമ്പിൾ ആണ്. ജസ്റ്റ് ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിക്കാം. ഇവിടെ എന്താണുള്ളത്? 1 ആണ് അല്ലെ? ഇവിടെ 1 അല്ലേ ഉള്ളത്? RTന്റെ മേലെ 1 ആണ്. ഇവിടെ എത്രയാണ്? 3 ആണ്. 1 + 3 എത്രയാണ്? 4 ആണ് അല്ലെ? അപ്പോ ഈ താഴെ ഇരിക്കുന്ന ഈ 4 മുകളിലേക്ക് പോകുമ്പോ എന്ത് സംഭവിക്കും? RT the whole square, പിന്നെ ഇവിടുന്ന് പോയ 4 -4 ആവും. അപ്പൊ ഹോൾ ആയിട്ട് ഇക്വേഷൻ 2 + -4 ആയിട്ട് മാറും. ഓൾറെഡി ഇവിടെ 2 ഉണ്ട്, താഴെ 4 ഉണ്ട്. ഈ 4 മുകളിലേക്ക് പോകുമ്പോൾ -4 ആവും. അപ്പൊ 2 + -4 എത്രയാണ്? മൈനസും പ്ലസും വന്നാൽ വലിയ നമ്പറുടെ സൈൻ എടുത്തിട്ട് മൈനസ് ചെയ്യണം. വലിയ നമ്പറുടെ സൈൻ മൈനസ് ആണ്. സോ മൈനസ് ചെയ്യുമ്പോൾ -2 വരും. മനസ്സിലായോ? KC × RT raised to -2 എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരിക. കുറച്ച് സമയമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഇഷ്യൂ ഇല്ല. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾക്ക് തന്നിരിക്കുന്ന ചോദ്യം ഇതാണ്. ഓക്കെ, ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇത്. ഇതേപോലെ ഏത് ചോദ്യം തന്നാലും നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാം. സെയിം പ്രൊസീജിയർ ആണ്. പ്രൊസീജിയറിൽ ഒരു വ്യത്യാസമില്ല. ഞാനിപ്പോ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നേ ഉള്ളൂ, എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം. ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആയിട്ടുണ്ടാവുമല്ലോ. സോ ഇതുവരെ എല്ലാം ശരിയാണ്. ഇതിപ്പോ ഞാൻ ഈ ഒരു ചോദ്യത്തിന് എനിക്ക് ഈ ഒരു ഉത്തരം കിട്ടി. സോ ജനറലി ഒരു ഉത്തരം നമ്മൾ എഴുതുവാണെങ്കിൽ ഈ -2ന്റെ സ്ഥാനത്ത് എന്ത് വേണമെങ്കിലും വരാം അല്ലെ? സോ നമുക്കത് എന്ത് എഴുതാം? ഡെൽറ്റ എന്ന് എഴുതിക്കൂടെ? -2, ഇതിന്റെ ഉത്തരത്തിന് -2 വന്നു. അതേപോലെ ഓരോന്നിനും ഓരോ ഉത്തരം വല്ലേ? സോ KP is equal to KC × RT raised to delta. ഓക്കെ, ആ -2 -3 ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ അടുത്ത പഠിച്ച ഫോക്കസ് ഏരിയ ടോപ്പിക് ഇതാണ്. ഓക്കെ, ഇനി അടുത്ത ഫോക്കസ് ഏരിയാസ് 3 ഫോക്കസ് ഏരിയാസ് ഭയങ്കര സിമ്പിൾ ഫോക്കസ് ഏരിയാസ് ആണ്. ഒന്നാമത്തെ അരീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസ്, ബ്രോൺസ്റ്റഡ് ലവ്ലി കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസ്, ലൂയിസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസും. ആദ്യം അരീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസിലേക്ക് കടക്കുമ്പോൾ എന്താണ് ഈ ആസിഡിന്റെയും ബേസിന്റെയും കോൺസെപ്റ്റ് എന്ന് അറിയോ? എന്താ സാധനം? ഓരോരോ സയന്റിസ്റ്റുകള്
ഓരോരോ തരത്തില് ആസിഡിനെയും ബേസിനെയും കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആസിഡിനെയും ബേസിനെയും കുറിച്ച് പറയുന്ന രീതിയിലായിരിക്കില്ല നിങ്ങളിൽ ഓരോ ആൾക്കാരും പറയുന്നത്. ഓരോരുത്തരും ഡിഫറെന്റ് ആയിട്ടായിരിക്കും, അവർ ഓരോരുത്തരും ഡിഫറെന്റ് കോൺസെപ്റ്റ് ആയിരിക്കും അല്ലെ. അതേപോലെ ഒരാൾ പറയാണ്, ഞാൻ പറയാണ് ഞാൻ ആസിഡിൽ തൊടുമ്പോൾ എന്റെ കൈ പൊള്ളും, അല്ലെങ്കിൽ ബേസിൽ തൊടുമ്പോൾ ഇങ്ങനെ, അങ്ങനെ പറഞ്ഞ പല രീതിക്ക് നമ്മൾ പലരും എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ അതേപോലെ 3 സയന്റിസ്റ്റുകൾ, അരീനിയസ്, ബ്രോൺസ്റ്റഡ് ലൗറി, ലൂയിസ്, 3 സയന്റിസ്റ്റുകൾ 3 കോൺസെപ്റ്റ് ഇറക്കിയിട്ടുണ്ട്. 3 നിങ്ങൾ വൃത്തിയായിട്ട് തന്നെ പഠിക്കണം. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഇപ്പൊ എല്ലാം പഠിക്കുമ്പോൾ ഓക്കെ ആയിരിക്കും. എക്സാം ഹാളിൽ പോകുമ്പോൾ അരീനിയസ് എന്താ പറഞ്ഞത്, ബ്രോൺസ്റ്റഡ് എന്താ പറഞ്ഞത്, ലൂയിസ് എന്താ പറഞ്ഞത് വെച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ വൃത്തിയായിട്ട് പഠിച്ചാൽ മതി. ഒന്നാമത്തെ അരീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു അരീനിയസ് പറയുന്നത് പ്രകാരം ആസിഡ്സ് ആർ സബ്സ്റ്റൻസ് വിച്ച് ഗിവ്സ് ഹൈഡ്രജൻ അയോൺ ഓർ ഗിവ്സ് ഹൈഡ്രോണിയം അയോൺ. അരീനിയസ് എന്താണ് പറഞ്ഞത്, ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് റിലീസ് ചെയ്യും എന്നാണ് പറയുന്നത്, ഹൈഡ്രജൻ അയോൺ, അതായത് H+ അയോൺ റിലീസ് ചെയ്യും, അല്ലെങ്കിൽ H3O+ അയോൺ, ഹൈഡ്രോണിയം അയോൺ റിലീസ് ചെയ്യും. അപ്പൊ അരീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസിസിൽ എന്താണ് ആസിഡ്? ആസിഡ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു അരീനിയസ് കോൺസെപ്റ്റ് ആസിഡ് എന്ന് പറയുന്നത് H+ അയോൺ റിലീസ് ചെയ്യും, അല്ലെങ്കിൽ H3O+ അയോൺ റിലീസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ആസിഡ് എന്ന് പറയാം. ബേസ് എന്ന് പറയുന്നത് ഹൈഡ്രോക്സിൽ അയോൺ, ദാറ്റ് ഈസ് OH- അയോൺ റിലീസ് ചെയ്യും. ഓക്കെ, ഇത് ആരുടെ കോൺസെപ്റ്റ് ആയിരുന്നു? അരീനിയസിന്റെ കോൺസെപ്റ്റ് ആണ്. അടുത്ത ആളുടെ കോൺസെപ്റ്റിലേക്ക് കിടക്കട്ടെ, ബ്രോൺസ്റ്റഡ് ലൗറി കോൺസെപ്റ്റ്. ബ്രോൺസ്റ്റഡ് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഡ്സ് ആർ പ്രോട്ടോൺ ഡോണേഴ്സ്. പ്രോട്ടോൺ വെച്ച ഒന്നുമില്ല, H+, അത്ര തന്നെ. ആസിഡ് എന്ന് പറഞ്ഞ വ്യക്തികൾ അല്ലെങ്കിൽ സാധനങ്ങൾ അല്ലെങ്കിൽ സബ്സ്റ്റൻസസ് എന്ത് ചെയ്യുന്നു? പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു, മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ പ്രോട്ടോൺ ഡൊണേറ്റേഴ്സ് ആണ് ആര്? ആസിഡ്. അപ്പൊ പിന്നെ ബേസ് എന്തായിരിക്കും? പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ് ആയിരിക്കും. ബേസ് എന്ന് പറയുന്നത് പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ് ആണ്. ഇത് ആര് പറഞ്ഞ കാര്യമായിരുന്നു? ഇതിപ്പോ ആര് പ്രോസസ്, അത് ആരിപ്പോ കൊണ്ടുവന്ന തിയറി ആയിരുന്നു? ബ്രോൺസ്റ്റഡ് കൊണ്ടുവന്ന തിയറി ആയിരുന്നു. അപ്പൊ നമ്മൾ അരീനിയസ് എന്താണ് ആസിഡിനെയും ബേസിനെയും കുറിച്ച് പറഞ്ഞത് എന്ന് പഠിച്ചു. ബ്രോൺസ്റ്റഡ് എന്താണ് ആസിഡിനെയും ബേസിനെയും കുറിച്ച് പറഞ്ഞത് എന്ന് നമ്മൾ പഠിച്ചു. ഈ ഏറ്റവും അവസാനത്തെ ഒരാളും കൂടെ ഉണ്ട്, അതാണ് ലൂയിസ് എന്ന് പറയുന്ന വ്യക്തി. ലൂയിസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് എന്താണ് ആസിഡിനെ കുറിച്ചും ബേസിനെ കുറിച്ചും പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, according to Lewis concept of acids and bases, acids are electron pair acceptors and base are electron pair donor. ലൂയിസ് പറഞ്ഞത് according to Lewis concept ആസിഡ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ് ആണ്. ആസിഡ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ ആണ്. ഓക്കെ, അപ്പം ആസിഡിന്റെ AC ഇല്ലേ, AC ഇല്ലേ, അക്സെപ്റ്ററിന്റെ AC ഇല്ലേ, അങ്ങനെ ഓർത്ത് വെക്കാൻ എളുപ്പമാണെങ്കിൽ ഓർത്ത് വെച്ചോളൂ. ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ് ആണ്. ബേസ് എന്തായിരിക്കും? അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരില്ലേ. എന്താ ബേസ് എന്ന് പറയാ? ബേസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ പെയർ ഡോണർ ആയിരിക്കും. ഇലക്ട്രോൺ പെയർ ഡോണർ ആയിരിക്കും ആര്? ബേസ്. അപ്പൊ ഇതാണ് ആരിന്റെ കോൺസെപ്റ്റ്? ഏറ്റവും അവസാനത്തെ വ്യക്തിയായിട്ടുള്ള ലൂയിസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ കോൺസെപ്റ്റ്. 3 ആൾക്കാരുടെ കോൺസെപ്റ്റും വൃത്തിയായിട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരില്ല. ഇതുവരെ നമ്മൾ കുറെ ടോപ്പിക്സ് പഠിച്ചില്ലേ? ഇതുവരെ എടുത്ത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മുടെ നെക്സ്റ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക് അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ ആൻഡ് ഇറ്റ്സ് അയോണിക് പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ആദ്യം വാട്ടറിന്റെ റിയാക്ഷൻ എഴുതണം. അതായത് നമുക്ക് KC ഒക്കെ നമ്മൾ പഠിച്ചില്ലേ, അതേപോലെ ഒരു കെമിക്കൽ റിയാക്ഷൻ എഴുതണം. ഏതിന്റെയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്? അയോണിക് പ്രൊഡക്റ്റ് ആൻഡ് അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ ആണ്. അപ്പൊ വാട്ടറിന്റെ വേണം നമ്മൾ എഴുതാൻ അല്ലേ. വാട്ടർ എന്ന സാധനം H2O അല്ലെ, കെമിക്കൽ H2O എന്നല്ലേ പറയാ. H2O ഡിസോസിയേറ്റ് ചെയ്യണത് എങ്ങനെയാണ്? H2O ഡിസോസിയേറ്റ് ചെയ്തിട്ട് H+ OH- കിട്ടും. അല്ലെങ്കിൽ മറ്റൊരു രീതിക്കും കൂടെ പറയാം. എങ്ങനെ പറയാം? H2O, ഓക്കെ, 2 H2O പ്ലസ് H2O ഡിസോസിയേറ്റ് ചെയ്തിട്ട് H3O പ്ലസ് OH-. ഇങ്ങനെയും വരാം. ഈ റിയാക്ഷൻ അല്ലെങ്കിൽ ഈ റിയാക്ഷൻ നമ്മളിപ്പോ ഈ റിയാക്ഷൻ ഫോളോ ചെയ്തത് നമ്മുടെ നോർമലി അറിയുന്ന ഒരു റിയാക്ഷൻ വെച്ചിട്ട് നമ്മൾ ഫോളോ ചെയ്തതാണ്. ഓക്കെ, ഈ ഒരു റിയാക്ഷൻ പ്രകാരം നമ്മുടെ KC ഒക്കെ എഴുതില്ലേ, അതേപോലെ അതേ ഇക്വേഷൻ അതേ തരത്തിൽ തന്നെ എഴുതുന്നതാണ്
dissociation constant. The dissociation constant. Okay, dissociation constant K എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. K is equal to നമ്മൾ Kc എഴുതില്ലേ, അതേ ഫിനോമിന വെച്ചിട്ട് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്, അതായത് H പ്ലസും OH മൈനസും ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. സെയിം സാധനം തന്നെ, പക്ഷെ പേരിലൊരു ചെറിയ വ്യത്യാസം വന്നു. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് K. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ എപ്പോഴും ഫീബിൾ ആയിരിക്കും, അതായത് കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മുടെ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ ഇല്ലേ, കോൺസെൻട്രേഷൻ ഓഫ് H2O, അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാറ്റിയിട്ട് നമുക്ക് എന്താക്കാം, വെറുതെ കോൺസ്റ്റന്റ് എഴുതാനേ, കാരണം അതിന്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ അതാ കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി ഇവിടെയുള്ള ഈ കോൺസ്റ്റന്റ് നിങ്ങൾ ഇൻഡു ചെയ്ത് നോക്കും. അപ്പൊ എന്ത് സംഭവിക്കും, K ഇൻറ്റു കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു concentration of H plus into concentration of OH minus. ഓക്കെ അല്ലേ, ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇൻഡു ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഡിസോസിയേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി K ഇൻറ്റു ഈ കോൺസ്റ്റന്റ് കാണുന്നുണ്ട്, K ഇൻറ്റു കോൺസ്റ്റന്റ്, അതിനെ വിളിക്കുന്ന പേരാണ് KW. എന്താണ് ഈ KW? എന്താ KW? അതിനെയാണ് അയോണൈസേഷൻ ഓഫ് വാട്ടർ അല്ലെങ്കിൽ അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ. നമ്മുടെ ടോപ്പിക് അതാണല്ലേ, അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ അല്ലേ നമ്മുടെ ടോപ്പിക്, അതാണ് KW. KW is equal to concentration of H plus into concentration of OH minus. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ H പ്ലസിന്റെ കോൺസെൻട്രേഷൻ ഇല്ലേ, ഈ സാധനത്തിന്റെ H പ്ലസിന്റെ കോൺസെൻട്രേഷൻ at 298 കെൽവിനില് 1 into 10 raised to -7 മോൾ ആയിരിക്കും ട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനാണ്. H പ്ലസിന്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് അറിയോ, 1 into 10 raised to -7 മോൾ ആയിരിക്കും. ഓക്കെ അല്ലേ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സിമ്പിൾ ആണ്, വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമുള്ളൂ. അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കട്ടെ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് pH സ്കെയിൽ ആണ് കേട്ടോ. pH എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം. ഒരു സാധനം, ഇപ്പൊ എന്റെ കയ്യിലുള്ള ഒരു സാധനം അത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലാണ് pH സ്കെയിൽ. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ അറിയുള്ളൂ, അല്ലാതെ കെമിസ്ട്രിയിൽ pHന് വേറെ പല ഇക്വേഷൻസും അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ അതിനെ കുറിച്ചാണ് ഇവിടെ പഠിക്കാനുള്ളത്. ചെറിയ ടോപ്പിക്കാണ്, വലിയ ടോപ്പിക് ഒന്നും അല്ല. എന്താണ് pH? pH എന്ന് വെച്ചാൽ എന്താണ്, പൊട്ടൻസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയില്ലേ, പൊട്ടൻസ് ഓഫ് ഹൈഡ്രജൻ, അതായത് ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ, അതാണ് പൊട്ടൻസ്, പവർ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയില്ലേ, അതേപോലെ pHന്റെ ഇക്വേഷൻ ഞാൻ പറയാം, അല്ലെങ്കിൽ pHന്റെ സെന്റൻസ് ഞാൻ വായിക്കാം. pH scale is defined as the negative logarithm ion of H plus ion concentration of in molarity. സെന്റൻസ് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും ഞാൻ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. pH is equal to minus log concentration of H plus or pH is equal to minus log concentration of H3O plus. ഇത് രണ്ടും pH ന് നമുക്ക് ഇക്വേഷൻ ആയിട്ട് പറയാം, രണ്ടും സെയിം ആണ്. നമ്മുടെ H പ്ലസിന്റെ കോൺസെൻട്രേഷനും H3O പ്ലസും സെയിം ആണല്ലേ, ഞാൻ പറഞ്ഞു. H പ്ലസും H3O പ്ലസും സെയിം ആണെന്ന് ഞാൻ പറഞ്ഞു തന്നില്ലേ, അതേപോലെ തന്നെ. അപ്പൊ നമുക്ക് രണ്ട് തരത്തിൽ എഴുതാം. pH is equal to minus log concentration of H plus എന്നുള്ള ഇക്വേഷനും ഉണ്ട്. pH is equal to minus log concentration of H3O plus എന്ന് പറഞ്ഞൊരു ഇക്വേഷനും കൂടെ നമുക്കുണ്ട്. ഇനി ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ടെ, നമ്മുടെ പ്യുവർ വാട്ടർ ഇല്ലേ, പ്യുവർ വാട്ടർ നമ്മൾ കുടിക്കുന്ന വെള്ളം, അതിന്റെ pH എത്രയാണ്? നമ്മൾ കുടിക്കുന്നത് ഒരു ആസിഡ് ആണോ? അല്ല. ബേസ് ആണോ? അല്ല. അതെന്താണ്? ന്യൂട്രൽ ആണ്, അതായത് 7 ആണ്. ടോട്ടലി ഒരു pHന്റെ സ്കെയിലില് 1 മുതൽ 14 വരെ ഉള്ള സ്കെയിൽ നമ്പർ ആണുള്ളത്. ഓക്കെ, അതില് 1 മുതൽ 7 വരെയുള്ള നമ്പറിനെ നമ്മൾ ആസിഡ് എന്നും 7 മുതൽ 14 വരെയുള്ളതിനെ നമ്മൾ ബേസ് എന്നും 7നെ നമ്മൾ ന്യൂട്രൽ എന്നും പറയും. നമ്മുടെ വെള്ളം ന്യൂട്രൽ ആണ്, അതായത് നമ്മൾ കുടിക്കുന്നത് ഒരു ആസിഡും അല്ല ബേസും അല്ല എന്നർത്ഥം. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഏറ്റവും അവസാനത്തെ ടോപ്പിക്കിലേക്ക് കിടക്കട്ടെ. ഇതിനകത്തുള്ള പ്രോബ്ലംസ് ചോദിക്കാന്നൊന്നും കമന്റ് ഇട്ടിട്ട് നിങ്ങൾ അതിനൊരു ഡൗട്ട് വേണ്ട. ജസ്റ്റ് ഞാൻ പറയാം, നമ്മൾ ആദ്യം സിലബസ് ഒന്ന് തീർക്കട്ടെ, എന്നിട്ട് നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇടാം കേട്ടോ. പ്രോബ്ലംസും ഇതും എല്ലാം കൂടി ഒരുമിച്ച് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചാപ്റ്റർ ഫുൾ ലാഗാവും. സിലബസ് നമുക്ക് തീർക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പൊ ഞാൻ ആദ്യം എല്ലാ വീഡിയോസും ചാപ്റ്റേഴ്സിന്റെ ഇടട്ടെ, എന്നിട്ട് നമുക്ക് പ്രോബ്ലംസ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം.
ബഫർ സൊല്യൂഷൻ ആണ് ഏറ്റവും അവസാനത്തെ ഈ ഒരു ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ബഫർ സൊല്യൂഷൻ അതൊരു ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ആണ് അല്ലെ. ബഫർ സൊല്യൂഷൻ എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പൊ സിംപ്ലി പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു, ആ വെള്ളത്തിലേക്ക് ഞാൻ ഒരു 2-3 ഡ്രോപ്പ് HCl ഒഴിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു വെള്ളം എന്തായി മാറും? ഒരു ആസിഡ് ആയിട്ട് മാറും അല്ലെ. അതുപോലെ വേറൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു, ആ വെള്ളത്തിലേക്ക് ഞാൻ NaOH സോഡിയം ഹൈഡ്രോക്സൈഡ്, അതൊരു ബേസ് ആണല്ലേ, അത് ഞാൻ ഒഴിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ആ വെള്ളം ബേസ് ആവും. മനസ്സിലായോ? അതായത് ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ ആസിഡോ ബേസോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സൊല്യൂഷൻ അസിഡിക്കും ബേസിക്കും ആയിട്ട് മാറും. പക്ഷേ അങ്ങനെ മാറാത്ത സൊല്യൂഷനുകളും ഉണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ. മനസ്സിലായോ? അവരെ വിളിക്കുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ. സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സൊല്യൂഷൻ വിച്ച് can resist the change in pH on dilution with addition of small amount of acid or base are called buffer solution. നിങ്ങളുടെ കയ്യിൽ നോട്ടൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് ഒരു സെന്റൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ഒരു സൊല്യൂഷന്റെ കഴിവ് എന്തിനുള്ള കഴിവാണ്? അതിലേക്ക് ആസിഡോ അതിലേക്ക് ബേസോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ pHൽ ചേഞ്ച് ഒന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുക, അതായത് ചേഞ്ച് ഒന്നുമില്ല, അത് ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കാനുള്ളൊരു അതിന്റെ കഴിവ് അല്ലെങ്കിൽ എബിലിറ്റിനെ വിളിക്കുന്ന പേരാണ് ബഫർ. ആ ഒരു സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫോക്കസ് ഏരിയ ടോപ്പിക്കിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ഫുൾ ഫോക്കസ് ഏരിയസ് കവർ ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം സെക്ഷൻസ് പഠിക്കണോ പഠിക്കണ്ടേ എന്നൊക്കെ ഡൗട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.